ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മളിന്ന് വന്നത് നമ്മളെ ഇന്നത്തെ അടീനിയം പൂക്കൾ കാണണ്ടേ നിങ്ങൾക്ക്. അപ്പം നമ്മളെ ഇന്നത്തെ അടീനിയം പൂക്കളാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ തോനെ റെഡും വൈറ്റും മിക്സായിട്ട് വരുന്നതാണ്. ഈ റെഡും വൈറ്റിലും തന്നെ പല ഡിസൈനിലും വരുന്ന പൂക്കളാണ് കേട്ടോ ഉണ്ടാകുക. കണ്ടില്ലേ? പിന്നെ അതുപോലെ ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ നമ്മളെ ഒരു നാടൻ വെറൈറ്റി പെട്ടത് തന്നെയാണ് വരുന്നത്, ചെറിയ പൂക്കളായിട്ട്. പിന്നെ ഇത് അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച പൂക്കൾ തന്നെയാണ്. പിന്നെ ഇത് അതോണം സിംഗിൾ പെറ്റൽസ് ആയിട്ട് വരുന്ന ഒരു പൂക്കളാണ്. ഇതിപ്പോൾ നമ്മുടെ ഒരു പുതിയ തൈയിൽ പൂക്കൾ വരുന്നതാണ്. വേറൊരു ഡിസൈനിൽ വരുന്ന മെറൂണും ഒക്കെ മിക്സായിട്ട് വരുന്നത്. ഇതൊരു നാടൻ വെറൈറ്റി പെട്ടതാണ്. പിങ്കും വൈറ്റും കൂടി മിക്സായിട്ട് വരുന്നത് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയാട്ടോ, നിറയെ പൂക്കളായിട്ട് ഉണ്ടാവുന്നൊരു പൂക്കൾ തന്നെയാണ്. കണ്ടോ, ഒരുപാട് മുട്ടുകളും പൂക്കളും ഒക്കെ ആയിട്ട് വരുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ. അതുപോലെ നമ്മൾ കുറേ ദിവസം മുമ്പേ വീഡിയോ എടുത്തൊരു പൂക്കൾ തന്നെയാണ്. ഇതിലൊന്നും നിറയെ പൂക്കൾ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഒരു രക്ഷയില്ലാത്ത പൂക്കൾ തന്നെയാണ്. വിരിഞ്ഞാൽ ഇങ്ങനെ കുറേ ദിവസം പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞുകൊണ്ട് കേട്ടോ. അതാണ് ഈ ഒരു അടീനിയം ചെടി. വർഷത്തിൽ ഒരു തവണ 1-2 തവണ പൂക്കും. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ വീണ്ടും വീണ്ടും പൂക്കും. പക്ഷേ പൂക്കൾ ഒരു രക്ഷയില്ലാത്ത പൂക്കളാണ് കേട്ടോ. പിന്നെ ഇതിൽ ഒരു പൂവേ ഉള്ളൂ. പിന്നെ ഇത് അതുവേണം. ഇത് കണ്ടില്ലേ, വെറും റോസാപ്പൂ തന്നെ, ഡാർക്ക് റെഡ് കളറായിട്ട് വക്കുമ്പോൾ കൂടി ഒരു ഡിസൈൻ, ഒരു ഞെറിയൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് കേട്ടോ അതിലുള്ളത്. പിന്നെ ഇത് എന്താ പറയുക, നമുക്ക് പൂക്കളെ ഇന്നത് നല്ലത് ഇന്നത് മോശം നമുക്ക് പറയാൻ പറ്റൂല. അത്രയ്ക്ക് ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ്. അടീനിയാണെങ്കിലും ബോഗൺവില്ലാണെങ്കിലും ഒക്കെ കേട്ടോ. പൂക്കളെ ഭംഗി വെച്ചാൽ നാടൻ വെറൈറ്റിക്ക് നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. ഈ ഒരു വെറൈറ്റിയൊക്കെ തൈകൾ വിത്ത് വീണ് തൈകൾ മുളച്ചുണ്ടായതാണ്. നല്ല ഭംഗിയുള്ളതല്ലേ കാണാൻ. അപ്പോൾ അതിൻ്റെ നല്ല കരുത്തുള്ള തൈ തന്നെയാണ് കേട്ടോ. അതിലെ പൂക്കളാണ് ഇത്രയും പൂക്കൾ. ഇനി മുട്ടുകളൊക്കെ ഉണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടിയാണ്. അപ്പോൾ കട്ട് ചെയ്തെടുത്താൽ ഒന്നുകൂടി ചെകകളൊക്കെ വന്ന് നല്ലോണം പൂക്കളൊക്കെ വിരിയും. പിന്നെ ഇതിൻ്റെ വളവും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊരു നാടൻ വെറൈറ്റിയാണ് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ പൂക്കൾ ഒരു രക്ഷയില്ലാത്ത പൂക്കളാട്ടോ. കണ്ടില്ലേ, പിങ്കും വൈറ്റും കൂടി മിക്സായിട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ ഇത് ആവശ്യക്കാർ ഒരുപാടുണ്ട് കേട്ടോ അതിന്. ഇതിൻ്റെ തൈകൾക്കും പിന്നെ എന്താ പറയുക, ഒരുപാട് ആൾക്കാർ ഓർഡർ വരുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ. പിന്നെ കേടായ പൂക്കൾ നമ്മൾ ഇതിൽ വെക്കാണ്ട് നമ്മൾ പെട്ടെന്ന് എടുത്ത് കളയണം. എന്താ വെച്ചാൽ പിന്നെ ഈ ചീച്ചിൽ വരും കേട്ടോ. ഈ തണ്ടിനൊക്കെ ചീച്ചിൽ വന്നാൽ പിന്നെ നമുക്ക് അത് രക്ഷപ്പെടുത്തി എടുക്കാൻ പ്രയാസമാണ്. പൂക്കളൊക്കെ ചീഞ്ഞ് തുടങ്ങിയാൽ അപ്പോൾ നമ്മൾ വേഗം മാറ്റി കൊടുക്കുക. കേടായ പൂക്കളൊക്കെ നമ്മൾ മാറ്റി കൊടുക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.